ലോകകപ്പിന് മുൻപ് സഞ്ജുവിന്റെ സ്ഥാനം ബെഞ്ചിലായിരുന്നു. ഓപ്പണിംഗ് സഖ്യം നിരന്തരം പരാജയപ്പെട്ടപ്പോഴും സഞ്ജുവിനെ ഇറക്കാൻ ടീം തയ്യാറായില്ല. സഞ്ജുവിന് അവസരം നൽകിക്കൂടെ എന്ന ചോദ്യത്തിന് നായകന്റെ പരിഹാസവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യ കിരീടം ഉയർത്തുമ്പോൾ കേവലം 5 മത്സരങ്ങളിൽ മാത്രം ഇറങ്ങിയ സഞ്ജു ലോകകപ്പിന്റെ താരമായിരിക്കുന്നു. ഇനിയിപ്പോൾ സഞ്ജുവിനെ തഴയാനാകുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത്. ദേവൻ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ലോകകപ്പ് 3 തവണ നേടുന്ന ആദ്യ രാജ്യം, അതും തുടർച്ചയായി 2ാം തവണ. ലോകകപ്പ് പോലൊരു മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം തന്നെ കിരീടം നേടുന്നതും ചരിത്രത്തിൽ ആദ്യം. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് ഇന്ത്യ ഇന്നലെ കൈപ്പിടിയിൽ ഒതുക്കിയത്. ആ നേട്ടങ്ങൾക്കെല്ലാം കാരണമായതാകട്ടെ തിരുവനന്തപുരത്തിന്റെ മലയാളികളുടെ അഭിമാനമായ സഞ്ജു വിശ്വനാഥ് സാംസണും. ദീർഘകാലം വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്ന താരത്തിന് തന്റെ സ്വാഭാവികമായ കഴിവിലൂടെ ഇപ്പോൾ തന്റെ കഴിവ് തെളിയിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉയർന്നൊരു ചോദ്യം ഇതാണ്: ഇനിയും സെലക്ടർമാർക്ക് സഞ്ജുവിനെ മാറ്റി നിർത്താനാകുമോ? സഞ്ജു കളിച്ചാണ് ഇന്ത്യ മെഡൽ വന്നത് തന്നെ, അല്ലെങ്കിൽ ഒരിക്കലും വരൂലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ റിങ്കുവിൻ്റെ അച്ഛൻ പോയ കേപ്പിലേക്ക് അറിയാം. അപ്പോൾ എന്തായാലും സഞ്ജു അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എന്ന് വെച്ചാൽ സഞ്ജു എന്ന് വെച്ചാൽ ഫുൾ കോൺഫിഡൻ്റ് ആണ് സംഭവം. ഓപ്പണിംഗ് ആണെങ്കിൽ ആദ്യം തന്നെ ഏറങ്ങി 6 അടിക്കേണ്ട കേപ്പബിലിറ്റി സഞ്ജുവിനുണ്ട്. ഇപ്പം T20 എന്ന് വെച്ചാൽ 200+ ഈസിയാണ്, 200+ ഒക്കെ ഈസിയാണ്. അപ്പം സഞ്ജുവിനെ പോലത്തെ ഒരു പ്രൊഫഷണൽ ബാറ്റ്സ്മാനുള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പം ടെസ്റ്റ് മാച്ചസിലും ഒക്കെ പരിഗണിക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 3 കളിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് ഇതാണ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു പ്ലെയറിന് ഉറപ്പായിട്ടും ODIയിലായാലും ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ T20 മാത്രമായിട്ട് ഒതുക്കാതെ സെലക്ടർമാർ ODIയിലും ടെസ്റ്റ് സീരീസുകളിലും എല്ലാം ഉൾപ്പെടുത്തണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഇപ്പൊ 2 കളിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു സഞ്ജു. നല്ല അഭിപ്രായമാണ് സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തോന്നുന്നുണ്ടോ? അതെ, അത്രേ ഉള്ളൂ. ഇന്ത്യൻ ടീമിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഞാനും ഇരിക്കുന്നത്. സഞ്ജു ഇന്ത്യയുടെ അഭിമാനമാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ അവസരം കിട്ടിയപ്പോൾ 3 കളിയിൽ അവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും സഞ്ജു ഇനിയിപ്പം ഇന്ത്യയുടെ ഒരു ആദ്യമേതുള്ളൊരു ഓപ്പണറായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്. സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് സഞ്ജുവിനെ കിട്ടേണ്ടതാണ്. കാര്യം സഞ്ജു അതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ ആണ്. ODIക്കും ടെസ്റ്റും കളിക്കാൻ കേപ്പബിൾ പ്ലെയർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യണം. കാരണം നമുക്ക് ഒരാളെ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ അവസരങ്ങൾ കൊടുക്കുക, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കഴിവ്, പുള്ളി ചെറുതിലെ കഴിവ് തെളിയിച്ചതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ടീമിൽ ഈ പ്രായത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. അതുപോലെ ബാക്കി ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തണം, ബട്ട് സഞ്ജുവിനെ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ പേഴ്സണൽ എന്നല്ല കഴിഞ്ഞ 3 കളി. കാരണം നമ്മൾ കോച്ച് സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ ചോദിച്ചു വൈ തിലക് ഓർ അഭിഷേക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞു. കാരണം പുള്ളിക്ക് പോലും സ്വന്തം ടീമിലുള്ള ആളെ പോലെ മനസ്സിലാവാൻ സമയമെടുത്തു എന്നതാണ് ഇന്നത്തെ സത്യാവസ്ഥ. ഉണ്ടാവാൻ ചാൻസ് കൂടുതലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പിങ്ങിന് ഇഷാൻ കിഷനും സാംസണിലുള്ളത് ഇപ്പം നിലവിൽ. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ കാണുമായിരിക്കും. പിന്നെ ബുംറയുടെ ഇന്നലത്തെ ഇന്നിങ്സ് അടിപൊളിയായിരുന്നു. ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകുമെന്ന് നിന്ന അവസരത്തിലാണ് അവസരോചിതമായ ഇന്നിങ്സിലൂടെ സഞ്ജു ഇന്ത്യൻ ടീമിനെ തിരികെ വിജയവഴിയിലേക്ക് എത്തിക്കുന്നത്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ നിർണായകമായ 2 അർദ്ധ സെഞ്ചുറികൾ നേടി ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന്റെ നട്ടലായി സഞ്ജു മാറി. തനിക്ക് നേരെ വരുന്ന പന്തുകളെ ക്രിക്കറ്റ് ബാറ്റിംഗിന്റെ സ്വാഭാവികവും അല്ലാതെയുമായ നിയമങ്ങളിലൂടെ ബൗണ്ടറി പറത്തുകയാണ് സഞ്ജു സ്പെഷ്യൽ സാംസൺ. ഇനിയും സഞ്ജുവിനെ മാറ്റി നിർത്താനാകില്ല എന്ന് തന്നെയാണ് ആരാധകർ പറഞ്ഞു വെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.